അപ്പൊ അഗ്നിയാണോ? ആയിരിക്കും. എന്റെ ഭഗവതി, മുത്തശ്ശ കുഞ്ഞോള്. ഇതെങ്ങനെ കുഞ്ഞോളുടെ ദേഹത്ത്? അറിയില്ല മോളെ, ഒരുപക്ഷെ അവളുടെ ശരീരം അത്ര ശുദ്ധിയുള്ളതായതുകൊണ്ടായിരിക്കാം വീരകാലം തെയ്യം അവളെ തന്നെ തിരഞ്ഞെടുത്തത്. എന്റെ ഈശ്വര. എന്താ നിങ്ങളൊക്കെ എന്നെങ്ങനെ നോക്കിക്കുന്നേ? ഓ, എന്റെ ശരീരമൊക്കെ വേദന എടുക്കുന്നു. കുഞ്ഞോളെ, നീ അറിഞ്ഞ വീരകാലം തെയ്യത്തിന് നീയാടി തുള്ളിയത്? ഞാനോ? ആടേ, സത്യായിട്ടും നീ ഇവിടെ കിടന്നതുള്ളായിരുന്നു. കിടന്ന അല്ല, നിന്നതുള്ളായിരുന്നു. എന്റെ ആറ്റുകാൽ ഭാസ്കര, ഞാനോ? ആടേ, എന്നിട്ട് ഇവരെല്ലാവരും നിന്നെ തൊഴുതു നിൽക്കായിരുന്നു. ശരിക്കും? എന്നിട്ട് ഞാൻ അനുഗ്രഹം കൊടുത്തില്ല? ഇല്ലേ, നീ അപ്പ തന്നെ ബോധം കിട്ടി. ദൈവമേ ദൈവമേ എന്ന് വിളിച്ച വാക്കുകൊണ്ട് ഇവളന്മാരെന്നെ കൊണ്ട് വേറെ എന്തെങ്കിലും വിളിപ്പിക്കും. അതെങ്ങനെ? കുടുംബത്തുള്ള എല്ലാ ഐറ്റങ്ങളും പൊട്ടന്മാരാണല്ലോ. കുഞ്ഞോളെ വാ, നമുക്ക് തിരുമേനിനെ പോയി കണ്ടിട്ട് വരാം. എന്തിനാ മുത്തശ്ശ? അതൊക്കെ ഉണ്ട്, മോള് വാ. എന്തേ നടക്കുന്നേ? എന്താ എന്റെ മോൾക്ക് പറ്റിയത്? അതേട്ടാ, എന്താ നമ്മുടെ കുഞ്ഞോൾക്ക്? എന്താ എല്ലാവരും മറച്ചു വെക്കാൻ നോക്കുന്നേ? നിങ്ങളുടെ ഒക്കെ മുഖം കണ്ടപ്പോഴേ എനിക്ക് തോന്നി എവിടെയോ എന്തൊക്കെയോ പ്രശ്നമുള്ളത് പോലെ. ഇനിയും പറയാതിരിക്കരുത്, ഞങ്ങളോടെങ്കിലും ഒന്ന് പറ. എല്ലാം തിരുമേനി പറയും, നീ വാ. വരാ, എല്ലാവരും ഇരിക്കുക. തിരുമേനി, എന്റെ മോൾക്ക്? ഏയ് ഇല്ല സരസ്വതി, മോൾക്കൊരു പ്രശ്നവും. പിന്നെന്താ തിരുമേനി ഇങ്ങനെയൊക്കെ? ഞാനൊരു പെൺകുട്ടിയല്ലേ, അപ്പൊ ഞാൻ തെയ്യം കെട്ടാൻ പാടുണ്ടോ? മോളെ ഭദ്ര, ഭയപ്പെടേണ്ട. വീരകാലം തെയ്യം മനുഷ്യർ തീരുമാനിക്കുന്നതല്ല, അത് സ്വയം തന്റെ വേഷക്കാരനെ തിരഞ്ഞെടുക്കുന്ന ദൈവീക ശക്തിയാണ്. ഒരു സ്ത്രീ തെയ്യത്തെ കിട്ടിയത് ആദ്യമായിട്ടായിരിക്കും നീ കേൾക്കുന്നത്, അതുകൊണ്ടാണ് നീ ഭയപ്പെടുന്നത്. പക്ഷെ ഓർക്കണം മോളെ, ദൈവത്തിന് ലിംഗമില്ല. സ്ത്രീകൾ തെയ്യം കിട്ടിയിട്ടുമുണ്ട്. അഗ്നി ആരിൽ വേണമെങ്കിലും തെളിയാം, കാറ്റ് ആരെ വേണമെങ്കിലും തൊടാം. അങ്ങനെ തന്നെ വീരകാലം തെയ്യം തന്റെ ജ്വാല നിന്റെ ഉള്ളിൽ കണ്ടതാണ്. ആ ശക്തി, ആ രക്തത്തിൽ പുളകം പകരുന്ന താളം, ആ ഭയം പോലും നേരിടാൻ തയ്യാറായ മനസ്സ്. ഇത് സാധാരണ വിളിയല്ല. സ്ത്രീകളാണ് ആദ്യം ഈ ഭൂമിയിൽ ശക്തിയുടെ രൂപം. ഭദ്രകാളി, ചാമുണ്ടി, ദുർഗ, അവരെല്ലാം യുദ്ധത്തിന്റെ രൂപങ്ങൾ തന്നെയല്ലേ? അപ്പോൾ ഒരു സ്ത്രീക്ക് വീരകാലം കെട്ടാൻ പറ്റില്ലേ? മോളെ, ഒരിക്കലും നീ ഈ വേഷം കെട്ടിയതല്ല. വീരകാലൻ നിന്നിലൂടെയാണ് പ്രത്യക്ഷനാകാൻ തീരുമാനിച്ചത്. നിന്റെ കണ്ണിൽ ആ മഹാത്മാവിന്റെ തീ ജ്വലിക്കും, നിന്റെ ചുവടുകളിൽ അവന്റെ ഗർജനം മുഴങ്ങും. ഭയപ്പെടേണ്ട. ഭയമുണ്ടെങ്കിൽ പോലും അത് നിന്റെ മനുഷ്യ സ്വഭാവം മാത്രം. പക്ഷെ നിന്റെ ആത്മാവ് അത് ഇതിനകം തന്നെ ആ വിളി സ്വീകരിച്ചു കഴിഞ്ഞു. വീരകാലൻ നിന്നെ തിരഞ്ഞെടുത്തത് നീ സ്ത്രീയാണെന്ന കാരണത്താലല്ല, മറ്റാരിൽ കാണാത്ത എന്തോ ഒന്ന് നിന്നിലുള്ളത് കൊണ്ടാണ്. ഇവിടെയുള്ള ജനങ്ങളിൽ നീ അത്രയും ശ്രേഷ്ഠയായതുകൊണ്ടാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വരാത്ത വീരകാലം തെയ്യം നിന്റെ ശരീരത്തിൽ ഇടം പിടിച്ചതിനാൽ നീ ദൈവത്തിന് തുല്യാണ്. വളരെ കുറച്ചു നേരം മാത്രമേ തെയ്യം നിന്റെ ദേഹത്ത് കയറിയിട്ടുള്ളൂ. ഒരു പക്ഷെ ആ ശക്തിയെ നിനക്ക് താങ്ങാനുള്ള ശേഷിയില്ലാത്തത് കൊണ്ടായിരിക്കാം. അതുകൊണ്ട് മോൾ ഒരിക്കൽ കൂടി തെയ്യം ആടണം. ഇപ്പോ ഇവിടെ വെച്ച്
എല്ലാ രൂപത്തിലും. അയ്യോ, എനിക്കിതിനെ കുറിച്ചൊന്നും അറിയില്ല. എനിക്ക് പേടിയാ. മോളെ, നീ ഒന്നും ചെയ്യണ്ട, എല്ലാം ആ ശക്തി ചെയ്തോളൂ. നീയാണ് അത് ആടേണ്ടതെന്ന് കാണിച്ചു തന്ന കുറച്ച് നിമിഷം മാത്രമാണ് ഇപ്പോൾ കഴിഞ്ഞു പോയത്. ഇനി നീ പൂർണ്ണമായും ആ തെയ്യത്തിന്റെ വേഷത്തിൽ നിന്ന് മനസ്സൊരുക്കി പ്രാർത്ഥിച്ചാൽ വീരകാലൻ തെയ്യം നിന്റെ ദേഹത്തിലോട്ട് കയറി വരും. ബാക്കിയല്ല തെയ്യം നോക്കിക്കോളൂ. ശരി. ഈ കുട്ടിയെ കൊണ്ടുപോയി ഒരുക്കിയിട്ട് വരും. ശരി തിരുമേനി. ഏട്ടൻ എന്തേ? ദേവ, ഭയപ്പെടാതിരുന്നാലും നമുക്ക് പോവാം. നീ അവിടെയൊക്കെ നോക്ക്, ഞാൻ ഇങ്ങോട്ട് നോക്കാം. എടാ, ഞാൻ എല്ലാവരും നോക്കി, അവിടെ ഒന്നും അഗ്നിയേട്ടനെ കാണുന്നില്ല. മോനു, എനിക്ക് അഗ്നിയെ കണ്ടേ പറ്റൂ. എടാ, നീ ടെൻഷൻ ആവാതെ. ചിലപ്പോൾ ഇതൊന്നും പറ്റാത്തതുകൊണ്ട് പുള്ളി വീട്ടിൽ പോയിട്ടുണ്ടാവും. ഞാൻ ആ സുകുമാരൻ ചേട്ടനെ വിളിച്ചു നോക്കട്ടെ. വേഗം വിളിക്കേ. ഹലോ ചേട്ടാ. ആ മനു, മോനെ പറ. ചേട്ടാ, അവിടെ അഗ്നി വന്നിട്ടുണ്ടോ? അയ്യോ ഇല്ല മോനെ, ആരും വന്നിട്ടില്ല. ചേട്ടനൊന്ന് റൂം ഒന്ന് കയറി നോക്കോ? ഇല്ല മോനെ, ഉമ്മരത്തെ വാതിൽ അടഞ്ഞെന്നെ കിടക്കുന്നേ. ശരി ചേട്ടാ. എടാ, അഗ്നി അങ്ങോട്ട് പോയിട്ടില്ല എന്ന്. എന്താ പിന്നെ അവൻ എങ്ങോട്ട് പോയിക്കണേ? മാനു, എന്താ മുത്തശ്ശ? എന്താ സംഭവിക്കുന്നത്? അവൻ എന്താ അഗ്നി? അറിയില്ല മുത്തശ്ശ എങ്ങോട്ടാ പോയെന്ന്. പിള്ളേരെ, ആ മോന്റെ ഫോണിലോട്ടൊന്ന് വിളിച്ചു നോക്ക്. മുത്തശ്ശ ഞാൻ വിളിച്ചതാ, പക്ഷെ അവൻ എടുക്കുന്നില്ല. പിന്നെ ആ കൊച്ചു ആരോടും പറഞ്ഞിട്ട് എങ്ങോട്ടീ പോയത്? ഈശ്വര, ജഗേട്ട, അഗ്നി. നീ പേടിക്കാതിരിക്കേ, അവൻ ഇവിടെ വഴി നിൽക്കെ തന്നെ കാണും. മാനു, ഇതാ മറ്റവനാണോ ആ ശക്തി? എനിക്ക് ആ സംശയമില്ലാതില്ല. എങ്കിൽ വണ്ടി എടുക്ക്, ഇപ്പൊ എനിക്ക് അവനെ കാണണം. ഡാ വാ, ആടാ. നിങ്ങൾ എന്തീ കാണിക്കുന്നേ? എന്തിനെന്റെ മോനെ തല്ലുന്നേ? ഡാ, നീയൊക്കെ ഓരോടാ, എന്ത് ധൈര്യം ഉണ്ടായിട്ടാണ് എന്റെ വീട്ടിൽ കയറി വന്നത്? എന്നാ എന്താ ഇത്? അറസ്റ്റ് വാറന്റ് ഉണ്ട്. എന്തിന്? കുറച്ചു ദിവസം മുന്നേ തന്റെ മകൻ അഗ്നിയെ വെല്ലുവിളിച്ചിട്ടാണ് അമ്പലപ്പറമ്പിൽ നിന്ന് പോയത്. അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളുടെ കൂടി പരാതിയാണിത്. ഇപ്പോൾ അഗ്നിയെ കാണാതായിരിക്കണം. അതിന് പിന്നിൽ തന്റെ മകൻ തന്നെയാണെന്ന് സംശയമുണ്ട്. അതിനെന്തിന് ഇവൻ എന്റെ മോന്റെ മെക്കിട്ട് കയറിയത്? അറസ്റ്റ് വാറന്റ് ഉണ്ടെങ്കിൽ പോലീസ് വന്ന് കൊണ്ടുപോയിട്ട് വേണം എന്തെങ്കിലും ചെയ്യാൻ. ഇവൻ എന്ത് അധികാരം ഉള്ളത്? പിന്നെ സ്ഥലം എസ്ഐക്കലുണ്ട്, വേറെ ആർക്കും ഇതിനൊക്കെ അധികാരം? തമ്പ്യാർ മഠത്തിലെ ജയരാമന്റെയും ലക്ഷ്മിയുടെയും മൂത്ത മകനായ മാനവ് ജയരാമൻ, അഥവാ സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ്. അവനൊരു വീട്ടിൽ കയറി വരാം, അടിക്കാം, ചോദ്യവും ചെയ്യാം. ഇനി പറയടോ, തൻ്റെ മോൻ എന്തിനാണ് എൻ്റെ ഏട്ടനെ തൊട്ടത്? മര്യാദയ്ക്ക് അഗ്നി എവിടെയാണെന്ന് നിനക്ക് പറയുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ നീ എൻ്റെ പല രൂപവും കണ്ടെന്നിരിക്കും.
അഥർവ പ്ലീസ്, എന്നെ ഇനി നീ തല്ലരുത്. സത്യമായിട്ട് അഗ്നി എവിടെയാന്ന് എനിക്ക് അറിയില്ല. അതെ, എന്റെ മോൻ പറഞ്ഞത് ശരിയാണ്. ഇത്ര ദിവസമായിട്ട് ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് തമ്പ്യാർ മഠവുമായിട്ട് ശത്രുതയുണ്ട്. പക്ഷെ അതും പറഞ്ഞ് ഇതുപോലൊന്നും ഞങ്ങൾ ചെയ്യില്ല. പിന്നെ എന്റെ മോൻ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ടുമില്ല. അഗ്നി എന്റെ ഇളയ മോനെ അടിച്ച് ആശുപത്രിയിലാക്കിയിട്ട് പോലും ഞങ്ങൾ ഒരു കേസിന് ഇത്ര ദിവസം വന്നിട്ടുമില്ല. പിന്നെ ഇന്ന് വൈകുന്നേരം ഞങ്ങൾക്ക് ഒരു മരിപ്പ് ഉണ്ടായതുകൊണ്ട് ആ മരണ വീട്ടിലായിരുന്നു ഞങ്ങൾ. ആ അമ്പലത്തിലോട്ട് ഞങ്ങൾ കാലെടുത്ത് വെച്ചിട്ടില്ല. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ വേറെ ആരോട് വേണമെങ്കിലും ചോദിക്കാം. പ്രഭാകർ, യെസ് സാർ, ഞാനിപ്പോൾ വിളിക്കാം. അതെ സാർ, അവർ പറഞ്ഞത് ശരിയാണ്. അവർ അമ്പലത്തിലോട്ട് വന്നിട്ടില്ല. ആ പിന്നെ എവിടെയാണ് എൻ്റെ ഏട്ടൻ? എനിക്ക് മുത്തശ്ശനെ കാണണം. ആ, കുട്ടി അവിടെ ഇരിക്കൂ, ഇപ്പോൾ വിളിച്ചുകൊണ്ട് വരാം. കുഞ്ഞോളെ, എന്താ മോനെ? മുത്തശ്ശ, ദേവേട്ടൻ എന്തേ? അത് മോളെ, അത് മോളെ, അവൻ ഇതൊന്നും ഇഷ്ടമല്ലല്ലോ. അപ്പോൾ അവൻ വീട്ടിൽ പോയി. ഞങ്ങൾ കരുതി പിന്നെ അവിടെ കിടന്ന് റെസ്റ്റ് എടുക്കട്ടേന്ന്. ഇനി ഇതൊക്കെ കണ്ട് വെറുതെ വയ്യായ വരുത്തണ്ടെന്ന് വിചാരിച്ചു. അയ്യോ, അപ്പൊ ദേവേട്ടൻ ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല. എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുപോകണ്ടേ? അയ്യോ, അവിടെ സുകുമാരനില്ലേ മോളെ, അവൻ ഉണ്ടാക്കി കൊടുത്തോളും. പിന്നെ ദേവേട്ടനൊരു ഗുളിക രാത്രി കഴിക്കാറുണ്ട്, അതെടുത്ത് കൊടുക്കാനും പറയണം. ആ, മാമൻ പറയാം. പിന്നെ ഉണ്ടല്ലോ, ദേവേട്ടന് രാത്രി ഒരു കുളി നിർബന്ധ. അപ്പോ തോർത്ത് ഞാൻ പുറത്ത് ഇട്ടേക്കുന്നേ, അത് പുറത്താണെന്ന് പറഞ്ഞേക്കണം. എൻ്റെ പൊന്നു കുഞ്ഞോളെ, അതൊക്കെ മാമൻ പറഞ്ഞോളാം. എൻ്റെ മോളിപ്പോ ദൈവത്തിന് മാത്രം മനസ്സിൽ വിചാരിച്ചിരിക്കേ. ശരി. എല്ലാവരും മനസ്സിരുത്തി കണ്ണടിച്ച് പ്രാർത്ഥിക്കുക. വീരകാലൻ ദൈവത്തെ ആവാഹിച്ചെടുക്കുക. മാനു, നീ വണ്ടി വേഗം ഓടിക്കടാ. ദേവ വന്നാലോ? ദേവ, ദേവ എഴുന്നേക്ക്. ദേവ, എന്തിനിങ്ങനെ കിടക്കുന്നേ? നമുക്ക് നമ്മൾ ഇല്ലാണ്ടാക്കിയവരെ ഇല്ലാണ്ടാക്കണ്ടേ? നമുക്ക് നമ്മുടെ പ്രതികാരം ചെയ്യണ്ടേ? ദേവ, ഞാൻ ചോദിച്ചതിന് മറുപടി തരൂ. ദേവ, ഞാൻ വരാം, നീ കാത്തിരിക്കേ. ആരോട് കാത്തിരിക്കാൻ? മാനു, അന്നത്തെ പോലെ ബ്ലഡ് വരുന്നു. ഈശ്വര, ഞാനെന്നാ വണ്ടി ഹോസ്പിറ്റലിലോട്ട് എടുക്കാടേ. ആടാ, വേഗം ഓടിക്ക്. ഡോക്ടർ, അവന് ഒരു കുഴപ്പമില്ല. ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ഞങ്ങൾ നോക്കി, ഒരു പ്രശ്നം കാണുന്നില്ല. ബ്ലഡ് എന്തുകൊണ്ടാണ് മൂക്കിന്ന് വരുന്നതെന്ന് ഞങ്ങൾക്ക് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. കഴിഞ്ഞ പ്രാവശ്യം ഇതേപോലെ ഈ പയ്യനെ ഇവന്റെ പാരന്റ്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേപോലെ തന്നെയായിരുന്നു അവസ്ഥ. ഓ ശരി ഡോക്ടർ, താങ്ക് യു. ഇറ്റ്സ് മൈ ഡ്യൂട്ടി. ആദി, നീ ഇപ്പോൾ ഓക്കെ അല്ലേ? ആടാ, ഞാൻ ഓക്കെയാണ്. ഡാ, എന്നാൽ നമുക്ക് ആ തിരുമേനിനെ കാണാൻ പോവാം. എന്തിന്? അതൊക്കെ ഉണ്ട്, നീ വാ. എടാ, നീയെ കണ്ടുപിടിക്കാതെ നീ നിർത്ത്. ആദ്യം നിന്റെ കാര്യം നമുക്കൊന്ന് നോക്കാം. എടാ, നീയൊന്നും പറയുന്നത് പോലെയല്ല. എനിക്ക് അവനില്ലാണ്ട് പറ്റില്ല, അറിയാം. പക്ഷെ ഇപ്പൊ നിന്റെ കണ്ടീഷൻ വളരെ മോശമാണ്, അതുകൊണ്ടാ. അതെ, മര്യാദയ്ക്ക് വാശി പിടിക്കാതെ വന്നേ. വലിയ തിരുമേനി. ആ കൃഷ്ണ, താൻ വരൂ. ഞാൻ തന്നെ കാത്തിരിക്കുകയായിരുന്നു. എന്താ തിരുമേനി? ഇപ്പോൾ താൻ പറയാൻ വന്നത് എന്താന്ന് വെച്ചാ പറയൂ. തിരുമേനി, തെയ്യം ആടി. ഈ ജാതകങ്ങളില് ഭദ്രയാണ് തെയ്യത്തെ കെട്ടിയത്. പിന്നെ? പക്ഷേ തെയ്യത്തിന് എന്തോ ഒരു പ്രത്യേകത ഉള്ളതുപോലെ. എന്ത് പ്രത്യേകത? ആ ആട്ടത്തിന് ആകെ ഒരു മാറ്റം.
വീരകാലൻ തെയ്യം ആടുന്നത് പോലെയല്ല ആ തെയ്യം ആടുന്നത്. ആരോ നൃത്തം ചെയ്യുന്നത് പോലെയാ തോന്നിയത്. ആ മേവഴക്കവും നോട്ടവും എല്ലാം ഒരു പകയുണ്ടായിരുന്നു. വീരകാലൻ തെയ്യം മഹാവിഷ്ണുവിന്റെ രൂപമാണ്. അതിനൊരിക്കലും നടരാജന്റെ പോലെ നൃത്തം ചെയ്യാനാവില്ല. അങ്ങനെ നൃത്തം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ വിചാരിക്കുന്ന പോലെ വീരകാലൻ തെയ്യമല്ല. പിന്നെ ആരാ തിരുമേനി? നമുക്കൊന്നും അറിയാത്ത, നമ്മൾ ഇതുവരെ കാണാത്ത മറ്റെന്തോ ഒരു ശക്തി. മാത്രമല്ല തിരുമേനി, നീ കാണുന്നില്ല. അപ്പോൾ അഥർവ തിരുമേനി? എന്താ സംഭവിച്ചത്? ഇവന് അന്നത്തെ പോലെ വീണ്ടും രക്തം ഹൂക്കിന്ന് വന്നു. അഥർവയ്ക്ക് രക്തം വരുന്നതിന് മുമ്പ് എന്തെങ്കിലും ഓർമ്മയുണ്ടോ? ഇല്ല, ഞാൻ വണ്ടിയിലായിരുന്നു. ഇല്ല തിരുമേനി, അവൻ വണ്ടിയിലിരിക്കുമ്പോൾ ഒരു കാര്യം പറഞ്ഞിരുന്നു, ഞാൻ വരാം, നീ കാത്തിരിക്കുമെന്ന്. അപ്പോ അഗ്നിയും ഭദ്രയല്ല, അഥർവയും ഭദ്രയാണ് ഇതിൽ പെട്ടിരിക്കുന്നത്. തിരുമേനി? ഒന്നുമില്ല, നിങ്ങളിപ്പോ പോയിക്കോളൂ, ബാക്കി ഞാൻ എന്താന്ന് വെച്ചാൽ പറയാം. അപ്പോ തിരുമേനി, ഈ രക്തം വന്ന കാരണം? ഭയപ്പെടേണ്ട, ഒന്നും സംഭവിക്കില്ല. ശരി തിരുമേനി. തിരുമേനി, എൻ്റെ അഗ്നിക്ക്? ഭയപ്പെടേണ്ട, കാലം നിന്നെ അവന്റെ മുമ്പിൽ എത്തിക്കൂ. എന്നാലും നീ ആരോടാ കാത്തിരിക്കാൻ പറഞ്ഞത്? എടാ, ഞാൻ ഓർക്കുന്നില്ല. എനിക്ക് ആകെ ഓർമ്മയുള്ളത് എന്തൊക്കെയോ ശബ്ദം മാത്രമാണ്. അതാണെങ്കിൽ വ്യക്തമല്ല. എന്തായാലും അത് വിട്, വെറുതെ സ്ട്രെസ് ആവണ്ട. അഗ്നിനെ നമ്മൾ കണ്ടുപിടിക്കും. എടാ, നമ്മളിപ്പോ വീട്ടിലേക്കല്ലേ പോകുന്നേ? ആടാ, എന്തായാലും എന്റെ മൂക്കിന് ബ്ലഡ് വന്ന കാര്യമൊന്നും പറയാൻ നിൽക്കണ്ട. ശരി. സമയം നോക്കി, ഇന്നലെ വെളുപ്പിനിറങ്ങിയ ഓട്ടമാണ്. ഇപ്പൊ 9 മണി. മനുഷ്യനൊന്നും ഉറങ്ങിയിട്ടില്ല. അത് ഓർത്തപ്പോഴാണ് ഇന്നലെ ഞാൻ ഷാനുവിനോട് ഇത്തിരി ചൂടായി. എന്തിന്? ഇന്നലെ ഏട്ടനെ കാണാണ്ടായ സമയത്ത്. അഗ്നി, ഏട്ടാ. ആദ്യമായിട്ട് നിക്ക്, നിങ്ങളൊന്ന് സമാധാനപ്പെട്. നീ എന്താണ് ഷാനു പറയണത്? ഞാൻ എങ്ങനെ സമാധാനപ്പെടാനാ എന്റെ ഏട്ടനെ കാണാണ്ടായത്? അത് നിങ്ങളുടെ മാത്രല്ല, എന്റെയും കൂടി ഏട്ടനാണ്. നിങ്ങൾ ഇങ്ങനെ കിടന്ന് വെപ്രാളപ്പെടാതെ പതുക്കെ സാവധാനം അന്വേഷിക്കും, അപ്പൊ കണ്ടു കിട്ടും. ഇങ്ങനെയുള്ള സമയത്ത് സമാധാനപ്പെട്ട് നിൽക്കാനായിട്ട് നീയല്ല ഞാൻ. രക്തബന്ധത്തിന്റെ വില രക്തബന്ധത്തിന് മാത്രം മനസ്സിലാവും, കേട്ടോ? ഓ ഷിറ്റ്, ഷാനു, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ആദ്യേട്ടൻ അഗ്നേട്ടൻ അന്വേഷിക്കേ, ഞാൻ അഗ്നേട്ടൻ അന്വേഷിച്ചിട്ട് വരാം. നിന്റെ അപ്പുറത്തെ ഫ്രസ്ട്രേഷൻ എനിക്ക് മനസ്സിലാവും. പക്ഷേ ഇങ്ങനെ പറയണ്ടായിരുന്നു. സഹോദരനും സഹോദരിയാവാനായിട്ട് രക്തബന്ധം വേണമെന്നില്ലടാ. എടാ, സോറി, ഞാൻ മനഃപൂർവ്വമല്ല സച്ചു. ഒരിക്കലും അങ്ങനെ പറയണമെന്ന് വിചാരിച്ചിട്ടുമില്ല. അപ്പോൾ എനിക്ക് എന്താ വന്നേന്ന്, എന്താ എൻ്റെ വായി തോന്നിയെന്ന് പറഞ്ഞതെന്നും ഒന്നും എനിക്ക് മനസ്സിലായില്ല. ഐ എം റിയലി സോറിടാ. സാരില്ല, നീ ഇപ്പോൾ എന്നോടല്ല പറയേണ്ടത്. നീ ഷാനോട് പോയി സംസാരിക്ക്, അവൾക്കത് നല്ല വിഷമമായി കാണും. ആടാ, ഞാൻ സംസാരിക്കാടാ. നിങ്ങളെല്ലാരും പറഞ്ഞതല്ലേ എന്നോട്? എവിടെ എന്റെ ദേവൻ? എനിക്ക് എപ്പോ കാണണം? കുഞ്ഞോളെ, മോളെ, എന്താ പറ എന്നോട്, എവിടെ എന്റെ ദേവൻ? അവൻ വരും മോളെ. എന്നിട്ട് എവിടെ? ഞാൻ കണ്ടില്ലല്ലോ. ആദ്യം നിങ്ങളെല്ലാവരും പറഞ്ഞു ഇവിടെ കിടന്നുറങ്ങുന്നുണ്ടെന്ന്, പിന്നെ പറഞ്ഞു പുറത്തു പോയിന്ന്. ഇത്ര നേരമായിട്ടും ഞാൻ എന്റെ ദേവനെ കണ്ടിട്ടില്ല. എനിക്കിപ്പോ കാണണം, ഇപ്പൊ തന്നെ എനിക്ക് കാണണം. അമ്മായി, മോനെ മാനു, അവളതെ പിന്നെയും എനിക്കറിയാൻ പാടില്ല. നീ ഒന്ന് പോയി സംസാരിക്ക്. എല്ലാവരും നോക്കി അവൾ അടങ്ങി നിൽക്കുന്നില്ല. കുഞ്ഞോളെ, മതി, നിർത്ത്. ഞാൻ നിർത്തൂല, എനിക്ക് എന്റെ ദേവനെ കാണണം. കാണിച്ചു തരാം. ഇപ്പൊ നീ ഒന്ന് കാമായിട്ട് നിൽക്ക്. ഇല്ല, ദേവനെ കിട്ടാതെ ഞാൻ അടങ്ങില്ല. എനിക്ക് കാണണം. എന്താ ഇവിടെ പ്രശ്നം? ദേവാ, ദേവ എവിടെയായിരുന്നു? എത്രയായി കാത്തിരിക്കുന്നു. എന്താ പറഞ്ഞേ? എന്താ എന്നെ തേടി വരാഞ്ഞേ? ഇത്ര നേരം എവിടെ പോയിക്കായിരുന്നു? ഞാൻ കുറെ കാത്തിരുന്നു. ഇപ്പോഴാണോ വരുന്നത്? കുഞ്ഞോളെ, അത് ദേവനല്ല, ആദിയ. അല്ല, ഇതെന്റെ ദേവനാ. നിങ്ങളെല്ലാവരും കള്ളം പറയാം. നിങ്ങളെല്ലാവരും എന്നോട് കള്ളം പറയാം. ഇതെന്റെ ദേവനാ, എന്റെ മാത്രം ദേവൻ.
കുഞ്ഞോളെ നിർത്ത്. നീ എന്തീ ചെയ്യണേ? അവര് പറഞ്ഞു കേട്ടില്ലേ ദേവ, എന്റെ ദേവനല്ലാന്ന്. എനിക്കറിയാലോ, നമുക്കറിയാലോ എന്റെ ദേവനല്ലേ. പറ എല്ലാവരോടും പറ. ദേവൻ 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 എന്റെയാ. ദേവൻ ദേവൻ എന്റെ മാത്രം, വേറെ ആരുടെ അല്ല. ദേവൻ എന്റെയാ. ആദി, നീ എന്തിനാ അവളെ തല്ലിയത്? അമ്മ, എൻ്റെ മുന്നിൽ അപ്പോൾ വേറൊരു വഴി ഉണ്ടായിരുന്നില്ല. അവൾ നോർമൽ അല്ലായിരുന്നു, നല്ല അബ്നോർമൽ ആയിരുന്നു. മോനെ ആദി, എന്റെ മോൾക്ക് എന്താ പറ്റിയത്? അമ്മായി, എനിക്കറിയില്ല. ഞാൻ പറ്റുന്ന പോലെ നോക്കുന്നുണ്ട്. എന്താ പ്രശ്നം കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഞാനൊരു ഇഞ്ചക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിന്റെ മയക്കമായിരിക്കും. കുറച്ചിരം കഴിഞ്ഞ് അവളിനി എഴുന്നേൽക്കൂ. നമുക്കെന്നാ ഇവിടെ നിന്ന് എല്ലാവർക്കും മാറിക്കൊടുക്കാം. തൽക്കാലം അവളൊന്ന് റെസ്റ്റ് എടുക്കട്ടെ. ചിലപ്പോൾ ഇന്നലത്തെ ആ തെയ്യക്കളിയും എല്ലാം കൂടി ആയപ്പോൾ എന്തെങ്കിലും പറ്റിയതായിരിക്കും. എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി നിൽക്ക്. മനേട്ടാ, ഇതിനി അന്നത്തെ പോലെ വല്ലതും? എന്നത്തെ പോലെ? എടാ അത് ഞാൻ പറയാ കുഞ്ഞ്, പണ്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പോയ സമയത്ത് നമ്മുടെ കുഞ്ഞോളും അഗ്നിയുമായിരുന്നില്ല കൂട്ട്. പെട്ടെന്നൊരു ദിവസം അവൻ അവളെ വിട്ടു പോയപ്പോൾ അവൾക്ക് താങ്ങാൻ പറ്റിയില്ല. കുറച്ച് ദിവസം കഴിഞ്ഞ് അവൻ വരുന്നു പറഞ്ഞിട്ടും ദിവസങ്ങൾ എത്ര പോയിട്ടും അവൻ വരാണ്ടായപ്പോൾ അവളുടെ മെൻ്റൽ കണ്ടീഷൻ മാറി. അവൾ പിന്നെ ഭ്രാന്തികളെ പോലെ ആയിരുന്നു. ഒച്ചയും ബഹളവും ഒരിടത്ത് അടങ്ങിയിരിക്കില്ല. എപ്പോഴും ദേവേട്ടാ ദേവേട്ടാ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കും. മാനുവായിരുന്നു എപ്പോഴും അവളെ പോയി സമാധാനിപ്പിച്ചിരുന്നത്. പിന്നെ പിന്നെ എൻ്റെ മോള് നന്നായിട്ട് വന്നതാ. ഇത് വീണ്ടും ഇതേപോലെ തന്നെ. എനിക്ക് എൻ്റെ കുഞ്ഞിനെ ഇങ്ങനെ കണ്ടിട്ട് സഹിക്കുന്നില്ലടാ. അമ്മയെ വിഷമിക്കേണ്ട, ഞാൻ അവളെ നോക്കിക്കോളാം. ഓരോ കുഴപ്പമിനി ഉണ്ടാവില്ല. കുഞ്ഞി, താനിങ്ങനെ കരയില്ലേടോ? എനിക്കറിയില്ല ഹരീഷിട്ട, എൻ്റെ കുഞ്ഞോൾക്ക് ഇതിന് പറ്റിയ ഞാൻ ഇല്ലാണ്ടാവും. കുഞ്ഞി, നീ ഇങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കല്ലേ. പോസിറ്റീവാവ്. അവൾക്കൊന്നും വരില്ല. നമ്മൾ ഇക്കണ്ട കാലം പ്രാർത്ഥിച്ച ദൈവങ്ങൾ സത്യമാണെങ്കിലും അവരെ നമ്മുടെ കുഞ്ഞോളെ നോക്കിക്കോളും. അവൾക്ക് ഓരോ അപകടം വരാണ്ട് നോക്കിക്കോളും. എന്താടാ നമ്മുടെ ഈ കുടുംബത്തിന് പറ്റണത്? അറിയില്ല. ഇപ്പം എനിക്ക് തോന്നുന്നത് ഈ ഉത്സവം നടത്തണ്ടായിരുന്നു എന്നാ. അതുകൊണ്ടല്ലേ എൻ്റെ കൊച്ചിപ്പം ഇങ്ങനെ ആയത്. മനസ്സിൽ അറിയാണ്ട് വന്നു പോകാം. ഇങ്ങോട്ട് വരണ്ടിയിരുന്നില്ല. അതുകൊണ്ടാണല്ലോ മക്കൾക്ക് ദോഷം കണ്ടതും അത് മാറ്റൊരു വിവാഹം ചെയ്യിപ്പിച്ചതും അത് കാരണം ഒരു കുഞ്ഞിൻ്റെ ജീവിതം പോയതും. ഇപ്പോൾ ഒരുത്തനെ കാണാനില്ല, വേറൊരുത്തിന് അതിൻ്റെ എല്ലാ പ്രശ്നവും അനുഭവിക്കുന്നുണ്ട്. ഏട്ടൻ ഇങ്ങനെ സ്വയം പഴിചാറില്ലേ? ഇവിടെ ആർക്കും ആരുടെയും ഒരു തെറ്റുമില്ല. എല്ലാം വന്നു ചേരേണ്ടതായിരുന്നു. പക്ഷേ എനിക്ക് എൻ്റെ മോളെ ഓർത്തിട്ടാ അവളെ പഴയ പോലെ കാണാൻ എനിക്ക് പേടിയാ. എടാ, നീ ഇവിടെ നിന്ന് കൊണ്ടുപോയപ്പോൾ ഇത്രയും വലിയ ആഘാതം കുഞ്ഞോൾക്കുണ്ടോയെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇപ്പോൾ ഞാനത് നേരിട്ട് കണ്ടു. ഞാൻ അപ്പോഴേ പറഞ്ഞതല്ലേ ഇതൊന്നും വേണ്ട, ഉത്സവം നടത്തണ്ട എന്ന്. ഇപ്പോൾ അവസാനം വീരകാലം വന്നതുമില്ല, നമ്മുടെ പിള്ളേർക്ക് ഓരോ പ്രശ്നങ്ങളുമായി. നടന്നത് നടന്നു, ഇനി അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കതല്ല, കുറച്ച് കഴിഞ്ഞു കുഞ്ഞോൾ എഴുന്നേൽക്കും. അഗ്നി കണ്ടില്ലെങ്കിൽ ഇനി അവൾ എങ്ങനെ പ്രതികരിക്കാമെന്ന് അറിയില്ല. സ്വന്തം ശരീരത്തെ വേദനിപ്പിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് അവൾക്ക്, അറിയാടാ. പക്ഷെ പോലീസിന് പോലും കണ്ടുപിടിക്കാൻ പറ്റണില്ലെന്നല്ലേ പറയണത്. നാത്തുമാരെ, നിങ്ങളിങ്ങനെ കരയില്ലേ? ഞങ്ങൾക്ക് സഹിക്കണില്ല. അതെ, നാത്തൂനെ കരഞ്ഞ് അസുഖം വരുത്തി വെക്കല്ലേ. ഇത് കണ്ടുവന്ന കുഞ്ഞിക്കും പിന്നെ സഹിക്കില്ല. പിന്നെ അംബിക നാത്തൂന്റെ വിഷമം എനിക്ക് മനസ്സിലാവും. അഗ്നിയെ നമ്മൾ കണ്ടുപിടിക്കും. കരയാതിരിക്കേ. ഞാൻ അപ്പോഴേ ഇവരോടൊക്കെ പറഞ്ഞതാ ഉത്സവം എടുത്ത് തലേ വെക്കണ്ടെന്ന്. ഇപ്പൊ എന്തായി? അതെ, ഭാഗ്യം കൊണ്ട് എൻ്റെ പിള്ളേർക്കൊന്നും വന്നില്ല. എത്രയും പെട്ടെന്ന് ഈ ഉത്സവം ഒന്ന് തീർന്നാ മതി. നാളെ കഴിയുമല്ലോ, അപ്പോൾ തന്നെ കിട്ടി പോണം. എനിക്ക് വയ്യ എൻ്റെ മക്കൾക്ക് കൂടെ ഓരോന്ന് വരുത്തി വെക്കാൻ. എനിക്കും. എന്താ ഇതൊക്കെ? എന്താ ഇവിടെ നടക്കുന്നേ? നടക്കുന്നേ. ഒന്നും മിണ്ടാണ്ടിരിക്കും കുരുപ്പേ. ഇവിടെ ഒരു സീരിയസ് കാര്യം പറയുമ്പോ ഒന്ന് അടങ്ങിയിരിക്കോ? ഞാനല്ല ഇവനാ.
തമ്പി, നീ എന്തോ ഒന്നും മിണ്ടാണ്ടിരിക്കണേ. നമ്മൾ ഇത്ര അന്വേഷിച്ചിട്ട് എന്തുകൊണ്ടാ നിന്നെ കിട്ടാത്തേ? പോലീസിനെ വിട്ടു, നാട്ടുകാരെ വിട്ട് അന്വേഷിച്ചു, അതുകൂടാണ്ട് പലയിടത്തും കംപ്ലൈന്റ് കൊടുത്തു. എന്നിട്ടും അഗ്നിയെക്കുറിച്ച് ഒരു അറിവില്ലെന്ന് പറഞ്ഞ എനിക്ക് അറിയില്ല ഏട്ടാ. വലിയ തിരുമേനി വരാന്ന് പറഞ്ഞിട്ടുണ്ട്. അവര് വന്നിട്ട് എന്താന്ന് വെച്ചാ പറയും. വലിയ തിരുമേനിയോ? വലിയ തിരുമേനി കയറി വരൂ, കയറി വരൂ. കൃഷ്ണൻ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനിപ്പോൾ പറയാൻ പോകുന്ന കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഓരോ സൂചനകൾ ഇപ്പോൾ തന്നെ നിങ്ങളുടെ മുമ്പിൽ തെളിഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തേത് അഗ്നിയെ കാണാതെയായി. രണ്ടാമത്തേത് ഈ അഥർവയുടെ മൂക്കിൽ നിന്നും രക്തം രണ്ടാമതും വന്നു. ഇയാൾക്കിതിപ്പോൾ ഇവിടെ പറയേണ്ട ആവശ്യമുണ്ടായിരുന്നു? എനിക്കൊരു കുഴപ്പമില്ല അമ്മേ. മൂന്നാമത്തേത് ഭദ്ര. ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങൾ സൂക്ഷിച്ച് വ്യക്തമായി എല്ലാവരും കേൾക്കണം. നിങ്ങൾ ആരൊക്കെ എങ്ങനെയൊക്കെ എന്നെ വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷേ നിങ്ങളെല്ലാവരും കേട്ടേ പറ്റൂ. ഭൂതത്തിലും പ്രേതത്തിലും വിശ്വാസമുള്ളവരാവാം, ഇല്ലാത്തവരാവാം. പക്ഷേ ഇതിനെല്ലാം ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നതാണ്. കാരണം അവരെ ഞാൻ നിത്യവും നേരിട്ട് കാണുന്നതുമാണ്. ഇനി നമുക്ക് നമ്മുടെ കഥയിലോട്ട് പോവാം.